ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് സ്ഥാനാർത്ഥിക്കൊപ്പമാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ BJPയുടെ സീറ്റാണ്. കോൺഗ്രസിൻ്റെ വേരോട്ടമുള്ള മണ്ണായിരുന്നു. പക്ഷേ BJP ആണ് കഴിഞ്ഞ 5 വർഷമായിട്ട് സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയാണ്. ഈ സീറ്റ് പിടിച്ചെടുക്കുവാനാണ് കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും മുതിർന്ന ഒരാളെ പടക്കളത്തിലേക്ക് വിട്ടിരിക്കുന്നത്. കോൺഗ്രസ്സിന് ഉള്ളിൽ വലിയൊരു വിശ്വാസമുണ്ട്. ഈ സീറ്റ് തിരിച്ചു പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. സ്ഥാനാർത്ഥി പര്യടനത്തിൻ്റെ ഏറ്റവും അവസാന സമയത്ത് എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നിശബ്ദ പോരാട്ടത്തിൻ്റെയൊക്കെ സമയത്തേക്ക് വരുമ്പോൾ അവസാന ലാപ്പിൽ ഓട്ടപ്രദക്ഷിണമാണ്. വോട്ടർമാരെ കണ്ട് ഒരു വട്ടം കൂടി ഒന്ന് വോട്ടുറപ്പിക്കുന്നതിൻ്റെ തിരക്കിലിടയിലാണ് സിദ്ധാർത്ഥേട്ടനെ കണ്ടുപിടിച്ചത്. സിദ്ധാർത്ഥേട്ട, എങ്ങനെയുണ്ട് ഈ ഒരു നിലവിലുള്ള ഈ ഒരു പശ്ചാത്തലത്തിൽ? കഴിഞ്ഞ ഒരു 3-4 ആഴ്ചയായിട്ട് നമ്മളിതിൻ്റെ തിരക്കിലിടയിലാണ്. ഓരോ വോട്ടർമാരെ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? വോട്ടർമാരെ കാണുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്ക് എന്നെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കാരണം ഈ വാർഡ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് 10-15 വർഷത്തിലധികമായിട്ട് പ്രതിപക്ഷ മെമ്പർമാരുടെ കയ്യിലാണ്. വേണ്ടത്ര പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ എത്തിയിട്ടില്ല എന്നാണ് ആളുകളുടെ അഭിപ്രായം. അപ്പോൾ എന്നെ ഒരു പ്രതീക്ഷയോടെയാണ് ആളുകൾ കാണുന്നത്. കാരണം ഈ വാർഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെള്ളക്കെട്ടാണ്. പനംകുളം എന്നാണ് ഈ വാർഡിൻ്റെ പേര്. പക്ഷേ മഴ പെയ്ത ഈ വാർഡ് മൊത്തം കുളമാണ്. അപ്പോൾ അതിന് ഒരു പരിഹാരമുണ്ടാക്കണം എന്നാണ് ജനങ്ങളുടെ ഒരു പ്രധാന ആവശ്യം. നമുക്ക് മുന്നോട്ട് നടക്കാം. അങ്ങ് പഞ്ചായത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടും വ്യക്തിത്വം എന്ന നിലയ്ക്ക് തന്നെ ഇത് പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് പാർട്ടിയുടെ മുന്നിലേക്ക് വച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം. ഈ ദൗത്യത്തിലേക്ക് മുന്നിലേക്ക് വരുമ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങ് പറഞ്ഞു വെള്ളക്കെട്ടിൻ്റെ പ്രതിസന്ധി പറഞ്ഞു, എന്താണ് മുന്നിലേക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ വികസന നടപടികൾ എന്തൊക്കെയായിരിക്കും? എൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ വാർഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്ന് തന്നെയായിരിക്കും. ഈ വാർഡിനെ സംബന്ധിച്ച് ഈ വാർഡിലെ 90% ആളുകളും വെള്ളക്കെട്ടിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ എങ്ങനെയായിരിക്കും എൻ്റെ ഫലപ്രദത്തിലേക്ക് എത്തിക്കുക? ചില കാനകൾ വൃത്തിയാക്കി ആവശ്യമുള്ളിടത്ത് കാനകൾ കെട്ടി നമുക്കൊരു 5 വർഷം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കാലാവധി കഴിയുന്നതിനുള്ളിൽ ഇവിടുത്തെ വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കി പോകാൻ കഴിയുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ജനങ്ങളെ നേരിടുന്നത്. അനുകൂലമായൊരു തരംഗമുണ്ടോ UDFന്? തരംഗമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പോസിറ്റീവായ ഒരുപാട് ഘടകങ്ങൾ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുകയാണ്.